കണ്ണുനീരിൽ കുതിർന്ന കരിമരുന്നു പാടങ്ങൾ. ബേസ്ഡ് ഓൺ ദ സ്റ്റോറി ഓഫ് ശ്രീകൃഷ്ണ ഫയർവർക്സ് നന്ദിയോട്. ഇത് നന്ദിയോട്, നന്ദിയാലുകളുടെ നാട്, പച്ചയിൽ ശ്രീ ധർമ്മശാസ്താവിൻ്റെ നാട്, വെടിക്കെട്ട് കലയുടെ ഈറ്റില്ലമായ നന്ദിയോട്. 4 പതിറ്റാണ്ട് കാലത്തിലേറെയായി വെടിക്കെട്ട് എന്ന കലയിൽ അജയ്യമായി തേരോട്ടം നടത്തുന്ന, ഏവരും സ്നേഹത്തോടെ ശശിയാശാൻ എന്ന് വിളിക്കുന്ന ശ്രീ നന്ദിയോട് സുശീലൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2.5 പതിറ്റാണ്ട് കാലമായി നന്ദിയോട് ജംഗ്ഷനിൽ നടന്നു വരുന്ന ശ്രീകൃഷ്ണ ഫയർ വർക്സിൽ ഞങ്ങൾ എത്തുമ്പോൾ രാവിലെ 10 മണിയായിരുന്നു. വെടിക്കെട്ട് കലയിലെ അഗ്രഗണ്യരായ NR പണിക്കർ, ചാലയിൽ കൊച്ചുരാമൻ, കഴക്കൂട്ടൻ അജയ പണിക്കർ, പുഴിക്കുന്നത്ത് ഗോവിന്ദനാശാൻ, പച്ചയിൽ വേലായുധനാശാൻ തുടങ്ങിയവരുടെ പാത പിന്തുടർന്ന് ശ്രീകൃഷ്ണ ഫയർ വർക്സിൻ്റെ സാരഥി ശശിയാശാൻ ഈ രംഗത്തേക്ക് വരുന്നത് നിയമപരമായി ബാലവേല നിരോധിക്കുന്നതിനും മുമ്പ് തൻ്റെ 13ാം വയസ്സിലായിരുന്നു. വർണ്ണങ്ങളോടും ശബ്ദങ്ങളോടുമുള്ള അതിയായ അഭിനിവേശവും കഠിനാധ്വാനവും കൊണ്ട് സ്വന്തമാക്കിയ തൻ്റെ ആകാശ് എന്ന വീട്ടിൽ കുടുംബാംഗങ്ങളോടൊപ്പം ശശിയാശാൻ ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെ ഈ രംഗത്തേക്ക് വന്നു എന്ന എൻ്റെ ചോദ്യത്തിന് ഉത്തരം ഉടനടിയായിരുന്നു. എന്ന് വെച്ചാൽ അന്ന് ഭക്ഷണമില്ല, ജോലിയും കൂലിയില്ല. അങ്ങനെ കിട്ടിയ ഒരു തൊഴിൽ കുടുംബത്തിനകത്ത് ബുദ്ധിമുട്ടുകളായിരുന്നു. പട്ടിണിയും പിന്നെ രോഗശയ്യയും ഒക്കെ ആയിരുന്നു. അങ്ങനെ ആ കാരണത്താലാണ് ഈ തൊഴിൽ കണ്ടെത്തി ഈ തൊഴിലോട്ട് ഇറങ്ങിയത്. ഇവിടെ നന്ദിയോട് പഞ്ചായത്തിലെ ഒരു 10-16 യൂണിറ്റിലായിട്ട് 10,000-ഓളം പേര് ഇവർക്ക് ജോലി ചെയ്യുന്നു. നമ്മൾ ഈ ഉപദ്രവമല്ലേ ഈ നാട്ടിൽ നിന്നുണ്ടോ, എന്ത് ചെയ്താലും നമ്മൾ എക്സ്പ്ലോസീവിലെ കൈകാര്യം ചെയ്യുന്നത്. അപ്പം നമുക്ക് മാക്സിമം സർക്കാരിൽ നിന്നുള്ള ഉപദ്രവമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. യാതൊരു ലോൺ കിട്ടിയിട്ടില്ല. ഇതിന് ഈ സംരംഭം വളർത്തിക്കൊണ്ടുപോകാൻ വേണ്ടി സർക്കാരുകൾ യാതൊരു രീതിയിലുള്ള സഹായവും നമുക്കില്ല. പക്ഷെ മറ്റുള്ള അതർ സ്റ്റേറ്റ് തമിഴ്നാട്ടിൽ ചെന്ന് നോക്കണം. തമിഴ്നാട്ടിൽ അവിടെ ഒരു പ്രത്യേക ഒരു നിയമനിർമ്മാണം കൊണ്ടുവന്ന് ശിവകാശി പോലെയുള്ള സ്ഥലങ്ങളിൽ കുടിൽ പോലെ എല്ലാ വീടുകളിലും എല്ലാ കമ്പനികളിലും തൊഴിൽ നടക്കുന്നുണ്ട്. അവിടെ സർക്കാർ സഹായിക്കുന്നുണ്ട്. അവിടെ ഉപദ്രവമില്ല. അവിടെ പരിശോധനയ്ക്ക് വരുന്ന കൺട്രോൾ പോലെയുള്ള അതോറിറ്റികളാണ് വന്ന് പരിശോധിക്കുന്നത്. നിർദ്ദേശം കൊടുത്തിട്ടാണ് പോകുന്നത്. വാരിക്കെട്ടിക്കൊണ്ട് പോകുന്നത് അവർ സാധനങ്ങൾ നശിപ്പിക്കലില്ല. ഒരു ആക്സിഡന്റ് ഉണ്ടായ ആ വ്യക്തിയെ, ആ ലൈസൻസിയെ, ആ ഫോർമാനെ മാത്രമേ അറസ്റ്റ് ചെയ്യാറുള്ളൂ. മറ്റ് ഒരു സ്ഥലത്തും കയറി ശല്യപ്പെടുത്താറില്ല. പിന്നെ അടുത്ത് ചൈന പോലെയുള്ള നമ്മുടെ ദുബായ് ഫെസ്റ്റിവലൊക്കെ നടത്തുന്നത് ചൈനയാണ്. അവിടെ പൈറോടെക്നിക് കോളേജ് വരെ ഉണ്ട്. ആ കോളേജിൽ നിന്നും പഠിച്ചിറങ്ങുന്നവർക്ക് നല്ല ശമ്പളം കൊടുത്ത് നല്ല ഉന്നതിയിലേക്ക് അവർ വളർത്തിക്കൊണ്ട് പോവുകയാണ് ഈ തൊഴിലിന്. അവിടെ ഏറ്റവും നല്ല കലയാണ് പൈറോടെക്. റെയ്ഡ് ഇവിടെ നടത്തി ഇരുന്ന ലൈസൻസ് 2029 വരെ ലൈസൻസ് പുതുക്കി നിലവിലിരിക്കുകയും നിർമ്മാണശാലയിൽ വർക്ക് നടന്നുകൊണ്ട സമയത്ത് പോലീസ് റെയ്ഡ് നടത്തി ഇരുന്ന സാധനങ്ങൾ പനോല സഹിതം മാറി കൊണ്ടുപോയി കേസ് ചാർജ് ചെയ്ത് ഈ അടുത്ത കാലത്തായിട്ടായിരുന്നു. കാരണം ഒരു സാധനം വിഷുവിന് വിറ്റടിക്കാനുള്ള സാധനങ്ങൾ പോലും വെച്ചേക്കാതെ എടുത്തുകൊണ്ട് പോയി മറ്റൊരു ഗോഡൗണിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. നമ്മൾ ഈ തൊഴിൽ മേഖലയിൽ വന്നിട്ട് ഏതാണ്ട് 45 വർഷത്തോളമായി ബാലവേല ചെയ്ത് പഠിച്ചു വന്ന ഒരാളാണ്. ഇത്രയും വർഷത്തിനിടയ്ക്ക് പല സ്ഥലങ്ങളിലും വെടിക്കെട്ടുകൾ കത്തിക്കാൻ പോയിട്ടുണ്ട്. അവിടെയൊന്നും യാതൊരുവിധ അപകടങ്ങളോ ഒരു മനുഷ്യജീവനോ ഒരു ആപത്തോ അല്ലെങ്കിൽ ഒരു ഈച്ചയുടെ ചിറക് പോലും ഞങ്ങൾ അതിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുമില്ല. അതിനുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ ഈ ഒരു പരിപാടി ചെയ്ത് തീരുന്നവരെ നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെതായ വിജയം നമുക്കിവിടെ ഉണ്ട്. തമിഴ്നാട് തേങ്ങാപ്പട്ടണത്തിലെ കൂട്ടാലുമൂടി ദേവീക്ഷേത്രം നൽകിയ സ്വർണ്ണ മെഡലും ക്യാഷ് അവാർഡും 2016 കൊല്ലം പേരൂർക്കാവിൽ 4 ഘട്ടങ്ങളിലായി നടന്ന മത്സര വെടിക്കെട്ടുകളിലെ വിജയിയായി ലഭിച്ച ട്രോഫിയും ഉൾപ്പെടെ അനേകം അവാർഡുകളും ഫലകങ്ങളും ഷീൽഡുകളും ട്രോഫികളുടെയുമൊക്കെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ശേഖരമാണ് ആകാശിലെ ഈ കണ്ണാടിക്കൂട്. നന്ദിയോട് പഞ്ചായത്തിൽ പടക്ക നിർമ്മാണം നടക്കുന്നത് പരമ്പരാഗതമായി
ഉള്ള അറിവും പഠനവും അനുസരിച്ചാണ് ഞങ്ങൾ ഈ പടക്ക നിർമ്മാണം നടത്തി വരുന്നത്. ഏകദേശം ഞങ്ങളൊക്കെ ഈ തൊഴിൽ രംഗത്ത് വന്നിട്ട് 45 വർഷത്തിന് പുറത്തായി. ഞങ്ങളൊക്കെ ഈ തൊഴിൽ പഠിക്കുന്നത് തന്നെ നമ്മുടെ വീട്ടുകളിൽ കാരണവന്മാരിൽ നിന്നാണ് ഞങ്ങൾ ഈ തൊഴിൽ പഠിക്കുന്നത്. ഒരിക്കലും ഇത് പഠിക്കുന്നതിന് വേണ്ടി വേറൊരു കോളേജോ സ്കൂളോ മറ്റു അറിവുകളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പം ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നത് രഹിതമായ പടക്കങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതായത് ഹരിത പടക്കങ്ങളാണ് കൂടുതൽ ഇവിടെ നിർമ്മാണം നടക്കുന്നത്. ഇവിടെ നിന്ന് നമ്മുടെ കേരളത്തിനകത്തുള്ള എല്ലാ സ്റ്റേറ്റുകളിലും പടക്കം ഉൽപ്പന്നം ദീപാവലിക്ക്, വിഷുവിന്, ക്രിസ്മസിന് എല്ലാം സെയിലായി പോകുന്നത് നന്ദിയോടത്തെ പടക്ക നിർമ്മാണശാലകളിലെ പടക്കങ്ങളാണ്. അപ്പോൾ ഒരിക്കലും ഇവിടെ ഇതൊരു അപകടം നടന്നിട്ടില്ല. ഈ അറിഞ്ഞുകൊണ്ടൊരു അപകടം ഒരിക്കലും ഈ മേഖലയിൽ ഉണ്ടാകാറില്ല. ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന അനേകം കുടുംബങ്ങളുണ്ട്. അവരുടെ മക്കളെ വിദ്യാഭ്യാസം, പഠനം, വിവാഹം ഇതെല്ലാം ഈ തൊഴിലിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് തന്നെയാണ് കഴിയുന്നത്. അതുപോലെ തന്നെ ആയിരത്തോളം പേര് ഇവിടെ ഈ 10-18 ഷെഡ് നിർമ്മാണ യൂണിറ്റുകളിലായി ജോലി ചെയ്യുന്നു. അവരുടെ എല്ലാം ഉന്നമനമാണ് ഇത് നമ്മൾ ഇവിടെ നടത്തി വരുന്നത്. ഇപ്പം പെട്ടെന്നുണ്ടായ റെയ്ഡിൽ ഇപ്പം എൻ്റെ അനിയനാണ് ശ്രീകൃഷ്ണ ഫയർ വർക്ക്സ് നടത്തുന്ന ശശി. അപ്പം പുള്ളിയുടെ സ്ഥാപനത്തിൽ പെട്ടെന്നൊരു റെയ്ഡ് നടത്തുകയും വിഷുവിന് നിർമ്മിച്ചു വെച്ചിരുന്ന ഹരിത പടക്കങ്ങൾ അത്രയും വാരിക്കൊണ്ടുപോയി ഏകദേശം 10-15ഓളം 20ഓളം ചാക്ക് പടക്കങ്ങൾ വാരിക്കൊണ്ടു പോവുകയും മറ്റൊരു ലൈസൻസിയുടെ സ്റ്റോറേജിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു നടപടിയാണ് ഇന്ന് ഇവിടെ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഞങ്ങൾ ആരും ക്രിമിനലുകളല്ല. ഞങ്ങളെ പോലീസ് കാണുന്നത് വെറും ക്രിമിനലുകളെ പോലെയാണ് കാണുന്നത്. അത്രയും നീട്ടമായ ഞങ്ങൾ ചെയ്യുന്നത് ഒരു മാന്യമായ തൊഴിലാണ്. ഞങ്ങൾ പഠിച്ച തൊഴിലാണ്. ഞങ്ങളുടെ കുലത്തൊഴിലാണിത്. ഞങ്ങളെ ഒരിക്കലും ശല്യം ചെയ്യാതിരിക്കുക, കഴിവിൻ്റെ പരമാവധി സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആചാരാനുഷ്ഠാനങ്ങൾക്കും ആഘോഷങ്ങൾക്കും രാഷ്ട്രീയ സമ്മേളനങ്ങൾക്കും മാനത്തു വർണ്ണങ്ങൾ വാരി വിതറുകയും ശബ്ദങ്ങളുടെ പെരുമ്പറ മുഴക്കുകയും ചെയ്തു വരുന്ന ശ്രീകൃഷ്ണ ഫയർ വർക്ക്സ് പോലുള്ള അനേകം സ്ഥാപനങ്ങളുടെ ഇന്നത്തെ അവസ്ഥയാണിത്. ചോര നീരാക്കി നേടിയെടുത്ത ആളൊഴിഞ്ഞ പറമ്പുകളിൽ അവർ ഒരുക്കിയ സുരക്ഷാ മാനദണ്ഡങ്ങൾ പോലും വകവയ്ക്കാതെ ഇവരുടെ അന്നത്തിൽ മണൽ വാരിയിട്ട അധികൃതരുടെ അനാസ്ഥ. ഇതുപോലെ ആയിരക്കണക്കിന് ഫയർ വർക്ക്സ് തൊഴിലാളി കുടുംബങ്ങൾ ഇന്ന് ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ്. നന്ദിയോടൊന്നൊരു പ്രദേശം വെടിക്കെട്ടിനും വ്യവസായത്തിനും പ്രശസ്തമായത് തന്നെ കേരളത്തിലെ പ്രശസ്തമായൊരു ക്ഷേത്രം ഇവിടുണ്ട്. പച്ച നെടുമ്പറമ്പ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. അവിടുത്തെ ദേവൻ്റെ പ്രധാന വഴിപാട് വെടിക്കെട്ടാണ്. വ്യവസായ മേഖല കരുപിടിപ്പിക്കാനുള്ള പ്രചോദനം അമ്പലത്തിൽ നിന്നുണ്ടായതാണ്. അതിൽ നിന്ന് വളർന്ന് പന്തലിച്ച് മറ്റ് സ്റ്റേറ്റുകളിലെ വ്യവസായം വളർന്നതുപോലെ നന്ദിയോടൊരു പടക്ക നിർമ്മാണ വ്യവസായത്തിൻ്റെ കേന്ദ്രമായി മാറി. ഈ മേഖലയിൽ സംഘടിതരല്ലായിരുന്നു. അപ്പോൾ 25 വർഷത്തിന് മുമ്പ് കേരള ഫയർ വർക്ക്സ് ലൈസൻസസ് ആൻഡ് എംപ്ലോയീസ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു സംഘടന രൂപീകരണം. അതിനൊരു കാരണം പല ആശാന്മാരും സൂചിപ്പിച്ചതുപോലെ അവർക്ക് എന്നും ടെൻഷനാണ്. കാരണം വെടിക്കെട്ട് അവതരിപ്പിച്ച് ആളെ സന്തോഷിപ്പിക്കുന്നതോടൊപ്പം തന്നെ ആ സാധനം കൊണ്ടുപോകുന്നതിനും ഉണ്ടാക്കാനും ഉണ്ടാകുന്ന ഭീഷണി എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നുണ്ടാകും. എവിടെയെങ്കിലും ഒരു അപകടം യാദൃച്ഛികമായുണ്ടായാൽ ഉടനെ നിയമാനുസൃതം ജോലി ചെയ്യുന്ന പടക്കശാലകളിൽ വന്നിട്ട് ആ സാധനങ്ങൾ എടുത്തിട്ട് ആ ആശാൻ്റെ പേരിൽ ഒരു കേസ് എടുക്കുക. ഇതിങ്ങനെ പരമ്പരയായി തുടങ്ങുന്നത്. അവർ കടം വാങ്ങിയും വളരെ ബന്ധപ്പെട്ടും ജീവനെ പണയം വെച്ചുണ്ടാക്കിയ സാധനമാണ്. ഈ എടുത്തുകൊണ്ട് പോണതോ എക്സ്പ്ലോസീവായിട്ടുള്ള സാധനമായിരിക്കില്ല. അതുണ്ടാക്കാനുള്ള റാ മെറ്റീരിയൽ, പനയോല, കരി ഇതുപോലുള്ള സാധനങ്ങളായിരിക്കും വീട്ടിൽ കൂടുതൽ. അതിന് ഈ റാ മെറ്റീരിയൽ സൂക്ഷിക്കുന്നതിന് ഒരിക്കലും ലൈസൻസ് വേണ്ട. അതെടുത്തിട്ട് ഇത്രയും ക്വാണ്ടിറ്റി കൂടുതൽ എക്സ്പ്ലോസീവായിട്ടുള്ള സാധനങ്ങളുണ്ട് എന്ന് ഉദ്യോഗസ്ഥന്മാർ തെറ്റിദ്ധരിച്ചിട്ട് ഈ പല ആശമാരും ജയിലുകളിൽ റിമാൻഡായി ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ കുടുംബത്തിനും നാട്ടുകാർക്കും അവരോടൊപ്പം സഹകരിക്കുന്ന തൊഴിലാളികൾക്കൊക്കെ എന്നൊരു ടെൻഷനാണ്. ഇത് സ്വതന്ത്രമായി ഈ കാര്യങ്ങൾ ചെയ്തു പോകാനുള്ള അവസരം സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് കിട്ടുന്നില്ല. അവരിതിനെക്കുറിച്ച് പഠിക്കുന്നില്ല. അപകടമുണ്ടായ സഡനായി വരുന്നു, റെയ്ഡ് നടത്തുന്നു, എന്താണ് ഇരിക്കുന്നത് അതെടുത്തിട്ടൊരു കേസെടുക്കുക. അതിലൊരു മാറ്റം ഉണ്ടാകണം. അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാനുള്ള സംവിധാനം അവരിലുണ്ടാവണം. ഇപ്പോൾ നന്ദിയോട് വന്നു. ഇപ്പോൾ കഴിഞ്ഞ ഈ ഉത്സവ സീസണിലാണ് ഈ ഉണ്ടാക്കി വയ്ക്കുന്ന സാധനങ്ങൾ കൂടുതലും തരും. ദീപാവലി, വിഷു, ഓണം ഇതുപോലെ ഉള്ള ദിവസങ്ങളാണ് ഈ ലൈസൻസിൽ പറയുന്ന സാധനങ്ങൾ എക്സസ് വരാറുണ്ട്. എക്സ്പ്ലോസീവ് ഇന്ന് ഉണ്ടാക്കിയ സാധനം ഇന്ന് എന്തെങ്കിലും ഉത്സവത്തിന് തടസ്സം വന്നാൽ അടുത്ത ദിവസം ഉപയോഗിക്കാൻ പറ്റും. അന്ന് പോലീസ് വന്ന് പരിശോധിക്കുമ്പോൾ എക്സസ് ഉണ്ടെന്ന് വിചാരിച്ച് ആ ആശാനെ ജയിലിലടയ്ക്കുകയല്ല ചെയ്യാറുള്ളത്. ആ
ആ ആശാന നോട്ടീസ് കൊടുത്തിട്ട് ഇനി എക്സസ് വരാൻ പാടില്ല എന്ന് പറയണം. അവരൊന്നും ഭീകരപ്രവർത്തനം നടത്തുന്നവരില്ല, അവർ ഉപജീവന മാർഗത്തിന് വേണ്ടിയാണ്. ഇപ്പം തന്നെ നമ്മൾ ശ്രദ്ധിച്ചിപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്നൊരു സമയമാണ്. സ്ഥാനാർത്ഥികൾ നേതാക്കന്മാർ വരുന്ന യോഗങ്ങളിലും തെരുവ് യോഗങ്ങളിലും ഒക്കെ വെടിക്കെട്ട് കത്തിച്ച് ആഘോഷിക്കല്ലേ, സന്തോഷിക്കല്ലേ, നമ്മുടെ വിജയഭേരി മുഴക്കല്ലേ. വെടിക്കെട്ട് കത്തിച്ചാണ് വിജയഭേരി മുഴക്കുന്നത്. ഇത് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കണ്ടേ. അതുപോലെ പച്ചയിൽ വെടിക്കെട്ട് ഈ വർഷം ഉണ്ടായി. ഈ വർഷമാണ് പച്ചയിൽ ആദ്യമായി വെടിക്കെട്ട് നടക്കാതെ പോയ വർഷം. 10 ദിവസത്തെ ഉത്സവം, 9 ദിവസവും വെടിക്കെട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ അവസാന ദിവസം ഭഗവാന്റെ പ്രധാന തിരുനാളായ പൈങ്കിളി ഉത്തരനാളിൽ കത്തിക്കേണ്ട വെടിക്കെട്ട് കത്തിക്കാൻ കഴിഞ്ഞില്ല. അതെ, സമവായുദൂരമുള്ള അയ്യപ്പന്റെ 5 അമ്പലങ്ങളിൽ ശബരിമലയും അച്ചൻകോവിലും ആര്യങ്കാവും കുളത്തൂപ്പുഴയും കഴിഞ്ഞാൽ 5ാമത് അമ്പലമായ പച്ചയിൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ 10 ദിനരാത്രങ്ങളിലെ ഉത്സവങ്ങളിൽ പ്രധാന ദിവസമായ പൈങ്കുനി ഉത്രം നാളിലെ ഇക്കൊല്ലത്തെ വെടിവഴിപാട് നടക്കാത്തതിൽ ഈ നാട് മുഴുവൻ നിരാശരാണ്. മങ്ങിപ്പോയ തൃശ്ശൂർ പൂരം പോലെ. കേരളത്തിൽ പല പരമ്പരാഗത വ്യവസായവും അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. അതിലും അവസാനമായി നിൽക്കുകയാണ് ഈ പടക്ക മേഖലയും പടക്ക വ്യവസായം. സർക്കാരിൻ്റെ തികഞ്ഞ അലംഭാവവും അശ്രദ്ധയും ഒരുപക്ഷെ ബോധപൂർവമുള്ള ഉപദ്രവവും കൂടെ ആകുമ്പോൾ ഈ വ്യവസായം കേരളത്തിൽ നിന്നും അന്യമാവുകയാണ്. ഇതിന് പരിഹാരം ഉണ്ടാകണം എന്ന് നിരന്തരമായി മാറി മാറി വരുന്ന എല്ലാ സർക്കാരുകളോടും ഈ രംഗത്തെ പ്രബലമായ സംഘടനയുടെ ഭാരവാഹികൾ എന്നുള്ള രീതിയിൽ ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും ഒരു ഫലവും ഉണ്ടാകും. കേരള ഫയർവർക്സ് ലൈസൻസീസ് ആൻഡ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ ഒരു നിവേദനവുമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എന്നെ സമീപിക്കുകയുണ്ടായി. അവർ പറയുന്ന കാര്യങ്ങൾ അവർക്ക് സ്വസ്ഥമായി ക്ഷേത്രാചാരങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വഴിപാടുകളൊക്കെ നടപ്പിലാക്കുവാനുള്ളൊരു സ്വതന്ത്രമായ സാഹചര്യം ഉണ്ടാകണമെന്നാണ് അവർ എന്നോട് ആവശ്യപ്പെട്ടത്. പ്രധാനമായും 2-3 കാര്യങ്ങളാണ് അതിൽ ദേവസ്വം ബോർഡിന് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എനിക്ക് പറയുവാനുള്ളത്. ഒന്ന്, ഇത് ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വഴിപാട് എന്ന് പറയുന്നത്. അതൊന്ന്. 2, ഇത് കേരളത്തിലെ ഏതാണ്ടൊരു 1000-കണക്കിന് കുടുംബങ്ങളുടെ ഒരു ജീവിത ഉപാധിയാണ്. ഈ 2 കാര്യങ്ങൾ കൊണ്ട് തന്നെ ദേവസ്വം ബോർഡിന് ഇവർ പറയുന്ന കാര്യങ്ങളോട് അനുകൂലമായൊരു നിലപാടാണ് ഉള്ളത്. പക്ഷെ അതോടൊപ്പം തന്നെ ഞാൻ അവരോട് പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ലൈസൻസ് ഉള്ള ആളുകളുണ്ട്. ഈ പടക്ക നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ലൈസൻസ് ഉള്ള ആളുകളുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. അപ്പം ഈ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ളൊരു പ്രശ്നം, റൈവറി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അത് അവരുടെ ഒരു കമ്മ്യൂണിറ്റി തന്നെ, ഫയർവർക്സ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി തന്നെ നിങ്ങളുടെ സംഘടനാ തലത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടിയിരുത്തി കാര്യങ്ങൾ പരിഹരിക്കേണ്ട ഒരു വിഷയമാണ്. 2, ഉഗ്രസ്ഫോടക ശേഷിയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, ഒരു മത്സര ബുദ്ധി ഉണ്ടാകാൻ പാടില്ല. 1, ഇവർ തമ്മിലുള്ളൊരു റൈവറിയും. 2, ഈ മത്സരബുദ്ധിയുടെ ഭാഗമായിട്ട് സ്ഫോടക ശക്തികൾ കൂട്ടുമ്പോൾ അവിടെയാണ് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഇത് 2 ഒഴിവാക്കണമെന്നും ഞാൻ അവരോട് സംസാരിച്ചു, ഭാരവാഹികളോട് സംസാരിച്ചു. ഒരു കാര്യം ഉറപ്പിച്ച് ഞാൻ പറയുന്നു, ആചാരവുമായി ബന്ധപ്പെട്ട് വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് വഴിപാടുകൾ കമ്പൽസറിയാണ്. 2, അതിനേക്കാൾ ഉപരിയായ ഒരു ജീവിതോപാധിയുമാണ്. ഈ 2 കാര്യങ്ങൾ കൊണ്ടും ദേവസ്വം ബോർഡിന് അവരോടൊപ്പം നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവർ സമ്മതിച്ചിട്ടുണ്ട്. അവർ തന്ന നിവേദനം പോസിറ്റീവായി ഗവൺമെൻറ്റിലേക്ക് ഞങ്ങൾ ശുപാർശ ചെയ്യും. വാമനാപുരം നിയോജകമണ്ഡലം MLA ശ്രീ DK മുരളി, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ V ശിവൻകുട്ടി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ PS പ്രശാന്ത് തുടങ്ങിയ അധികാരികളുടെ മുന്നിൽ ഇവരുടെ പരാതികൾ ഇതിനോടകം തന്നെ എത്തിച്ചു കഴിഞ്ഞു. അനേകായിരങ്ങളുടെ കണ്ണുകളെയും കാതുകളെയും വർണ്ണപ്പൊലിമകളുടെയും ശബ്ദഘോഷങ്ങളുടെയും ലോകത്തേക്ക് ആനയിക്കാറുള്ള ഇവരുടെ ജീവിതത്തിൻ്റെ നിറങ്ങൾ മങ്ങി ഇരുട്ട് വ്യാപിച്ചിരിക്കുന്നു. ഇവരുടെ തൊഴിലിടങ്ങൾ അക്ഷരാർത്ഥത്തിൽ കണ്ണുനീർ പാടങ്ങളായിരിക്കുന്നു. ഇത് കേവലം ഒരു ശശിയാശാൻ്റെ മാത്രം കഥയല്ല. ഇവിടെ നന്ദിയോട് ശശിയാശാൻ ഒരു പ്രതീകമാണ്.
അധികൃതരുടെ അവഗണന കൊണ്ട് കമ്പപ്പുരകളിൽ നെഞ്ചിൻ്റെ നെരിപ്പോടൊരുകി ജീവിക്കുന്ന നൂറുകണക്കിന് ശശിയാശാന്മാരുടെ പ്രതീകം. എന്നിരുന്നാലും കേരളത്തിലുടനീളമുള്ള തങ്ങളുടെ സഹപ്രവർത്തകരുടെ പ്രതീകമായി കരിമരുന്ന് പാടങ്ങളുടെ ഈ കണ്ണീരിൽ കുതിർന്ന കഥകൾ അധികൃതരെ അറിയിക്കാൻ ശ്രീകൃഷ്ണ ഫയർ വർക്ക്സ് ശശിയാശാനും KFW LEA സാരഥികളും സദാ ശബ്ദിച്ചുകൊണ്ടേയിരിക്കുന്നു, പ്രതീക്ഷയോടെ, പരിഭവങ്ങളില്ലാതെ, പ്രാർത്ഥനകളോടെ.